വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളിലേക്ക് കൂടി നമ്മൾ വരേണ്ടതുണ്ട്. യദുകൃഷ്ണനിലേക്കാണ്. യദുകൃഷ്ണൻ, ABVP ഒരു സമരം നടത്തിയത് ആണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത്. പരീക്ഷാ നടത്തിപ്പിന് പണമില്ല. സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഫണ്ട് ഉപയോഗിച്ച് പരീക്ഷ നടത്താനാണ് സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം ഒരു ഘട്ടത്തിൽ വന്നത്. യഥാർത്ഥത്തിൽ സർക്കാരാണ് ഈ പരീക്ഷാ നടത്തിപ്പിനുള്ള ചെലവൊക്കെ സ്കൂളുകൾക്ക് നൽകേണ്ടത്. ഓരോ ബസ്സിലും ഭിക്ഷയെടുത്ത് ഈ തുക സർക്കാരിന് അയച്ചു കൊടുക്കുന്ന ഒരു സമര രീതി ABVP ഒരു സമയത്ത് നടത്തി. അപ്പോൾ നോക്കൂ, ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായി സർക്കാരിനത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. ഓരോ സ്കൂളിനും ഈ പറയുന്നത് പോലെ 45 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് ഇതിൻ്റെ ബെനഫിറ്റ്സ് കിട്ടേണ്ടിയിരുന്നത്. ഈ പദ്ധതി 2022 മുതൽ നടപ്പാക്കിയിരുന്നെങ്കിൽ ഇപ്പോഴും ഒരു ബെനഫിറ്റും കിട്ടുന്നില്ല. ഈ ന്യൂനപക്ഷ വോട്ട് കണ്ണുവെച്ചുകൊണ്ട് ഈ ഇടത് വലത് മുന്നണികൾ ഈ വിദ്യാഭ്യാസ രംഗത്തെ ഇത്രമാത്രം അശാസ്ത്രീയതയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം. ഉച്ചക്കഞ്ഞിക്ക് പോലും പണമില്ലാതെ വിഷമിക്കുന്ന എത്രയോ സ്കൂളുകൾ നമ്മൾ കണ്ടതാണ്. പരീക്ഷാ നടത്തിപ്പിന് പണമില്ല. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് ഇതിലെല്ലാം ഉപേക്ഷ പറഞ്ഞുകൊണ്ട്, വർഗീയത പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു സമീപനമുണ്ടായത്. തീർച്ചയായും അതെ. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ PM ശ്രീ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് വൈകിപ്പിച്ച ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും തീർച്ചയായിട്ടും ആത്മപരിശോധന നടത്തണം. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെട്ട പണമാണ് ഇവർ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടൊക്കെ തടസ്സപ്പെടുത്തി വെച്ചത്. നിരവധിയായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭ അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ തന്നെ പറഞ്ഞു, ആദിവാസി വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള 377 കോടി രൂപയാണ് നൽകാതെ തടഞ്ഞു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നൽകാൻ വേണ്ടിയിട്ട് ബാക്കിയായിട്ടുള്ളതെന്ന്. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഉച്ചക്കഞ്ഞിയുടെ വിഷയം ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ മോഡൽ പരീക്ഷ നടത്തിക്കാൻ വേണ്ടിയിട്ട് പോലും വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിക്കേണ്ട സ്ഥിതിവിശേഷം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതിനെല്ലാം ഇത്രയും കാലം ഇത് നടത്തുവാൻ വേണ്ടി PM ശ്രീയെ തടസ്സപ്പെടുത്തി വെച്ചതിന്, വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് തടസ്സം നിന്നതിന്, വിദ്യാർത്ഥികളുടെ അവസരങ്ങൾ നിഷേധിച്ചതിന്, ഇതിനൊക്കെ ഇനി ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും വിദ്യാർത്ഥികളോട് മാപ്പ് പറയേണ്ടതായിട്ടുണ്ട്.